ഇത് നമ്മൾ സ്റ്റേ ചെയ്ത പെൻഡന്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇതൊരു ശരിക്കും ഒരു ഐലൻഡിന്റെ സൈഡിലാണ് ഈ ഒരു പെൻഡന്റ് ഹൗസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി ബ്ലൂ കളർ വാട്ടർ ആണ്. അടിപൊളിയാണ് ഇതിന്റെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ. ഒരു സ്പെക്ടാക്കുലർ വ്യൂ തന്നെയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ പെൻഡന്റ് ഹൗസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ട്രിപ്പ് വരാൻ താല്പര്യം ആഗ്രഹിക്കുന്നവരെ ശരിക്കും ഈ ഒരു പെൻഡന്റ് ഹൗസ് നിങ്ങൾക്ക് എന്തായാലും വേർത്ത്ഫുൾ ആയിരിക്കും. വളരെ ചീപ്പാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ തരം ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീന്റെ ഭാഗമായ അയോണിയൻ കടൽ തീരത്താണ്. ഈ ഐലൻഡിന്റെ ഷേപ്പ് ശരിക്കും ഹോഴ്ഷൂ പോലെയാണ്. ഇത് ശരിക്കും നമ്മളിങ്ങനെ ഒരു ഹോഴ്ഷൂവിന്റെ മോഡലാണ് ഇത് ശരിക്കും ഉള്ളത്. പിന്നെ അതുകൂടാതെ ആ കാണുന്ന കുന്ന് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഒലിവും സിട്രസ് മരങ്ങളുമാണ്. അൽബേനിയയിൽ ഈ ഒരു ഐലൻഡ് മാത്രമല്ല, ഇവിടെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട്. നൈറ്റ് വൈബ്സ് അതുപോലെ തന്നെ നമ്മുടെ ബീച്ച് വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് അൽബേനിയ. ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്ലൂ ഐ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം, അതായത് സരണ്ടയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെയാണ് ബ്ലൂ ഐ. ഫ്ലവേഴ്സ് ആയിട്ട് അടിപൊളി സ്ഥലമാണ്. അൽബേനിയയിലെ ബ്ലൂ ഐ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസിൽ ഒന്നാണ് അൽബേനിയയിൽ തന്നെ. നമ്മളിവിടുന്ന് 2 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ബ്ലൂ ഐ കാണാൻ വേണ്ടി പോകുന്നത്. 2 തരം ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾക്ക് നടക്കാം, അല്ലെങ്കിൽ ഇവിടെ അവർ വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂട്ടർ, സൈക്കിള്, അതുപോലെ തന്നെ സ്കൂട്ടി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ രീതിയിലുള്ള ചാർജസും അവർ ഈടാക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് ബ്ലൂ ഐയിലെ കാഴ്ചകൾ പോയി ഒന്ന് കണ്ടാലോ? നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നടന്നിട്ട് പോകാമെന്ന് കരുതിയത്, പിന്നീട് നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഹയർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഏകദേശം ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് പോകേണ്ടതാണ്. നല്ല വെയിലും. ലാസ്റ്റ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ബ്ലൂ ഐ. ഇതാണ് ബ്ലൂ ഐ. ബാത്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുന്നിൽ ചെറിയൊരു സൊവനീർ ഷോപ്സും ഉണ്ട്. അത്യാവശ്യമുള്ള ഐറ്റംസ് ഒക്കെ അവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിവിടുത്തെ ബ്ലൂ ഐയിലത്തെ സൊവനീർ ഷോപ്പാണ്. അതിൻ്റെ അകത്തുള്ള ഒരു കുഞ്ഞൊരു ഷോപ്പാണ്. അടിപൊളി കളക്ഷൻസ് ആണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സും പിന്നെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്.